മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദവുമായി രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനം. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന നേതാവ് എന്ന പരിഗണനയിൽ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് താനാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCC അധ്യക്ഷൻ ആയിരിക്കുമ്പോഴാണ് പിന്തുണ നൽകിയത്. MLA-മാരുടെ സംഖ്യയോടൊപ്പം സീനിയോറിറ്റി കൂടി പരിഗണിക്കണമെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർക്കൊപ്പം മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട യോഗത്തിലും ചെന്നിത്തല പങ്കെടുത്തു. കേരളത്തിലേക്കുള്ള നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. സുനിൽ ഐസക് ചേരുകയാണ് വിവരങ്ങളുമായി. സുനിൽ, എപ്പോഴാണ് നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുക? കേരളത്തിലേക്ക് എത്തിയ ശേഷം ആരൊക്കെയായി നിരീക്ഷകരുടെ കൂടിക്കാഴ്ചയുണ്ടാകും? അതോടൊപ്പം തന്നെ MLA-മാരുടെ മൂന്ന് പേരുടെയും പേര് സ്വാഭാവികമായി ഉണ്ട്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ MLA-മാർ ആരെയാണ് പറയുക എന്നത് മാത്രമാണോ മാനദണ്ഡം? അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷകർ നൽകുന്ന അന്തിമ റിപ്പോർട്ടിലുണ്ടാകും സുനിൽ? മഹേഷ്, മുകുൾ വാസ്നിക്കും പ്രൊഫസർ അജയ് മാക്കനും അല്പസമയത്തിനുള്ളിൽ തന്നെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. തിരുവനന്തപുരത്തു നിന്നുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത്. 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. ആ ഫ്ലൈറ്റിൽ തന്നെ ഡൽഹിയിലുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും അവർക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയുമായി തിരുവനന്തപുരത്തേക്ക് എത്തും എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് രാവിലെ തന്നെ എത്തി. വൈകിട്ടോടുകൂടി രമേശ് ചെന്നിത്തലയും ഒപ്പം VD സതീശനും എത്തും. VD സതീശൻ രാത്രിയോടുകൂടി വന്ദേ ഭാരത് എക്സ്പ്രസിനാണ് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുക. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി ചർച്ചയുടെ ഏറ്റവും നിർണായകമായ ദിവസമെന്ന് വേണം നമുക്ക് നാളത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാൻ. ഇന്ന് തിരുവനന്തപുരത്തെത്തുന്ന നിരീക്ഷകർ പ്രധാനമായും AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും. അവരുടെ മനസ്സിൽ എന്താണ് കേരളത്തിലെ ഒരു ട്രെൻഡ്, ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുക. മുൻ KPCC പ്രസിഡന്റുമാരായ K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ തുടങ്ങിയവരോടൊക്കെ ആ അഭിപ്രായങ്ങൾ ആരായും. അതിനുശേഷം നാളെ രാവിലെ 10:30 മണിക്ക് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് കോൺഗ്രസിന്റെ ആദ്യ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 63 MLA-മാരും ആ യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിൽ ACC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിയും പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും നിരീക്ഷകർ. അതിനുശേഷം ഓരോ MLA-മാരെയും വ്യക്തിപരമായി വിളിപ്പിക്കും. അങ്ങനെ വിളിപ്പിച്ച് അവരുടെ മനസ്സിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തും. അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്യും, എഴുതി വാങ്ങണമെങ്കിൽ എഴുതി വാങ്ങും. അങ്ങനെ എത്ര MLA-മാർ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, ആർക്കൊക്കെയാണ് എത്ര MLA-മാരുടെ പിന്തുണയാണുള്ളത് എന്നത് കണ്ടെത്തുകയാണ് ലക്ഷ്യം. അതിനുശേഷം ആ റിപ്പോർട്ട് നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയോ ആയി ഹൈക്കമാൻഡിന് കൈമാറും. ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കമാൻഡിന്റെ മനസ്സിലെന്ത് എന്നൊരു നിർണായകമായ ചോദ്യമുണ്ട്. അത് കേവലം MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നതാണോ, അതിനപ്പുറത്തേക്ക് നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും ജനങ്ങളുടെയും വികാരം, അണികളുടെയും വികാരം, അത് ആർക്ക് അനുകൂലമാണ് എന്നതിനെ കൂടി ആശ്രയിച്ചാണോ തീരുമാനം എന്നതാണ് ഏറ്റവും നിർണായകമാവുക. ഒരുപക്ഷെ MLA-മാരുടെ എണ്ണം എടുത്താൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ആരാഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കാൻ സാധ്യത നിലവിലെ സാഹചര്യത്തിൽ KC വേണുഗോപാലിനെയാണ്. അങ്ങനെ KC വേണുഗോപാലിന് കൂടുതൽ പിന്തുണ കിട്ടിയാൽ തന്നെ മറ്റ് ഘടകങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ ചില എതിർപ്പുകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അണികൾ VD സതീശിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള മുറവിളി കൂട്ടുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം 2 ഉപതെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ്. ഒന്ന് KC വേണുഗോപാലിന്റെ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും മറ്റൊന്ന് ലോക്സഭയിലേക്ക് അദ്ദേഹം രാജിവെക്കുന്ന ഒഴിവിലുള്ള തെരഞ്ഞെടുപ്പുമാണ്. ഈ 2 തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അത് ഈ നേടിയിട്ടുള്ള എല്ലാ വിജയത്തെയും അതിന്റെ എല്ലാ ഒളിയും പ്രഭയും മങ്ങിക്കളയുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാകും. അത്തരമൊരു റിസ്കിലേക്ക് ഹൈക്കമാൻഡ് പോകുമോ എന്നതാണ് ചോദ്യം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KC വേണുഗോപാലിന് അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. അതൊന്ന്, ഈ പറഞ്ഞതുപോലെ കൂടുതൽ MLA-മാരുടെ പിന്തുണ കിട്ടാനുള്ള സാധ്യതയാണ്. മറ്റൊന്ന്, അദ്ദേഹം ഹൈക്കമാൻഡിന് ഏറെ പ്രിയപ്പെട്ടവനാണ് എന്നതാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ KC വേണുഗോപാലും കൂടെ കൂടിയ ഒരു സംവിധാനമാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഹൈക്കമാൻഡ് എടുക്കുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ അനുകൂലമായൊരു നിലപാടെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല.
പക്ഷെ അങ്ങനെ വരുമ്പോഴും VD സതീശന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാം നിലകൊള്ളുന്നത്. മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കൾ, എനിക്ക് തോന്നുന്നു കെ മുരളീധരനെ പോലുള്ള പ്രമുഖരായ നേതാക്കൾ അടക്കമുള്ളവരും VD ആണ് നയിച്ചത്, VD തന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്നൊരു നിലപാട് എടുത്തിട്ടുള്ള ആളുകളാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പലരും പറയുകയും ചെയ്തു. ഇപ്പോൾ ബെന്നി ബെഹനാനെ പോലുള്ള MP-മാർ, അത്തരം ചില ആളുകളൊക്കെ VD സതീശൻ എന്ന ഒരു VD സതീശൻ മുഖ്യമന്ത്രി ആവട്ടെ എന്നൊരു നിലപാടെടുക്കുന്ന ആളുകളാണ്. അതായത് കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ടീം UDF-നെ ഒറ്റക്കെട്ടായി കൊണ്ടുനടന്നതും ഒപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിൽ 100-ന് മുകളിൽ സീറ്റുകൾ നേടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച ആ നേതൃത്വം, ആ ലീഡർഷിപ്പ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിനെ ആ സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയത് VD സതീശനാണെന്ന വിചാരിക്കുന്ന കുറെ ആളുകളുമുണ്ട്. മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ അണികളുടെ ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ അനുഭവ പരിചയം, മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരും ഒപ്പം തന്നെ KC വേണുഗോപാലിൻ്റെ 3 പേരുടെയും പേരുകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ AICCയുടെ നിരീക്ഷകർ ഉടൻ കേരളത്തിലെത്തും. നാളെ നിർണായക ചർച്ച തിരുവനന്തപുരത്ത്.